സപ്ലൈകോയ്ക്ക് റെക്കോർഡ് വിറ്റുവരവ്. ഓണം വിൽപ്പന 422.17 കോടി കവിഞ്ഞു. ഇക്കുറി ഓണം വിപണിയിൽ സപ്ലൈകോയുടെ വിറ്റുവരവ് 422.17 കോടി രൂപ കവിഞ്ഞു. ഉത്രാട ദിവസം വൈകിട്ട് വരെയുള്ള കണക്കാണിത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 35 ദിവസത്തെ ഓണം വിൽപ്പന 385.42 കോടി രൂപയായിരുന്നു. അതിനെ മറികടന്നാണ് ഇത്തവണ 422.17 കോടി രൂപയുടെ വിറ്റുവരവ്. സമീപകാലത്തെ റെക്കോർഡ് നേട്ടമാണ് ഇതെന്ന് അധികൃതർ അറിയിച്ചു. 2025 ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള 35 ദിവസത്തിൽ 385.42 കോടി രൂപയായിരുന്നു സപ്ലൈകോയുടെ വിറ്റുവരവ്. എന്നാൽ 2026 ഓഗസ്റ്റ് 1 മുതൽ 25 ദിവസം കൊണ്ടുതന്നെ 350.21 കോടി രൂപയുടെ വിൽപ്പന നടന്നു. മിക്ക സബ്സിഡി സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കാതെയും വിവിധ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചുമാണ് സപ്ലൈകോ ഇത്തവണ റെക്കോർഡ് നേട്ടത്തിലെത്തിയത്. ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 249 രൂപയിൽ നിന്നും 229 രൂപയായി കുറച്ചിരുന്നു. സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴി 13 സബ്സിഡി സാധനങ്ങൾ വില വർദ്ധിപ്പിക്കാതെ ലഭ്യമാക്കി. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ് തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിരക്കും കഴിഞ്ഞ ഓണത്തേക്കാൾ കുറച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് ഒരുമിച്ച് വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. ആവശ്യത്തിന് സ്റ്റോക്ക് ഉറപ്പാക്കിയതും ഉപഭോക്താക്കൾക്ക് ഏറെ സൗകര്യമായി. സബ്സിഡി വിൽപ്പനയിൽ പരിപ്പ് വർഗ്ഗങ്ങൾക്ക് 43.83 കോടി, വെളിച്ചെണ്ണയ്ക്ക് 51.64 കോടി, അരിക്ക് 31.21 കോടി, സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് 14.14 കോടി, പഞ്ചസാരയ്ക്ക് 8.36 കോടി രൂപ എന്നിങ്ങനെയാണ് വിറ്റുവരവ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി 3 മെഗാ ട്രേഡ് ഫെയറുകൾ, 11 ജില്ലാ ഫെയറുകൾ, 126 അസംബ്ലി ഫെയറുകൾ എന്നിവയും സപ്ലൈകോ സംഘടിപ്പിച്ചിരുന്നു. തിരുവോണത്തിന് 4 ദിവസം മുൻപ് തന്നെ 5,93,408 സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം പൂർത്തിയാക്കി. ക്ഷേമസ്ഥാപനങ്ങൾക്കായി 8,902 കിറ്റുകൾ നൽകിയതിനു പുറമെ 5,51,164 റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റുകൾ ലഭിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സപ്ലൈകോ കൈവരിച്ച നേട്ടം അഭിനന്ദനാർഹമാണെന്നും സമീപകാലത്തെ റെക്കോർഡ് വിറ്റുവരവാണ് ഇതെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.